ഒന്ന് രാജ്യത്തെ അമ്പലവും പള്ളിയും ഇത് മുട്ടിട്ട് നടക്കാൻ വയ്യ. പിന്നെ അവരെ കുറെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? മോദിക്ക് പോയില്ലേന്ന് അയാളുടെ ഇപ്പോഴത്തെ ഹിമാലയത്തിൽ പോയി തപസ് പറയാം അയാളോട് പോയിട്ട്. ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ വോട്ടുകളാണ് ഇപ്പൊ BJP കിട്ടിയേക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസിന്റെ മിടുക്കൊണ്ടൊന്നല്ല, ജനങ്ങൾ ജസ്റ്റ് മാറി ചിന്തിച്ചത്. പക്ഷെ കോൺഗ്രസിനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞ. BJP അക്കൗണ്ട് തുറന്നു, അത് വ്യക്തിപരമായ മികവ് കൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നല്ല ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. BJPയുടെ അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതല്ലേ, എന്താണ് ഈ പ്രാവശ്യം കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്? അതുകൊണ്ട് കാര്യമായില്ലല്ലോ, കേന്ദ്രം പോയില്ലേ, പിന്നെ കേരളത്തോടെ കാര്യം. അതെ, അത് പറഞ്ഞപ്പോഴാ UP-യിലെ BJPക്ക് പോയി. അതിപ്പോ അയോധ്യയില് രാം മന്ദിരം വരെ പണിത് കൊടുത്തത് BJP-യാ. അതുകൊണ്ട് കാര്യം ജനങ്ങൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് ബോധം വന്നത്. കുറെ ഒന്ന് രാജ്യത്തെ അമ്പലവും പള്ളിയും ഇത് മുട്ടിട്ട് നടക്കാൻ വയ്യ. പിന്നെ അവരെ കുറെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? RSSകാരും BJP-കാരും തെറ്റിയതുകൊണ്ടാണോ ഈ വോട്ട് കുറഞ്ഞ്? അതും എനിക്കറിയില്ല. RSSകാരെന്ന് പറഞ്ഞാൽ അവരുടെ വെറും ഒരു ഇത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതുപോലെ തെറ്റിയെന്ന് പറയാൻ പറ്റില്ല, അവരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയാണ് കേരളത്തിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. UDF എത്ര സീറ്റ് പിടിച്ചിട്ടും. രാജഗോപാലമായിട്ട് വാണ്ടത്തുനിന്ന് ജയിച്ചു. എന്തുകൊണ്ടാണ് ജയിച്ചത്? അയാൾ ഒരു നേതാവായിട്ടാണോ? അല്ലല്ലോ, ഒരു സിമ്പതി വോട്ട് അതിനുണ്ട് അയാളെ ജയിപ്പിച്ചു വിട്ടു. ഇപ്പോഴവിടെ പോയി. അപ്പൊ ഇപ്പൊ കിട്ടിയത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ്. സുരേഷ് ഗോപി ചോദിച്ചോട്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാവും? എനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവും? പറ, ഉത്തരം പറ. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി, തൃശ്ശൂർ ഒരു മന്ത്രി ആകില്ല അയാളൊന്നും. ഈ തൃശ്ശൂരിന് ഈ സുരേഷ് ഗോപി ഒരു മന്ത്രി ആകില്ല, വേറെ ഒരു MP എന്നുള്ള സ്ഥാനം അല്ലാണ്ടല്ലോ. ഈ പറഞ്ഞ NDA ഭരിക്കും ഇവിടെ. ഇന്ത്യ ഒരിക്കലും ഭരിക്കില്ല. ചന്ദ്രബാബു നായിഡുവും ഈ പറഞ്ഞ നിതീഷ് കുമാർ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അവർ സപ്പോർട്ട് ചെയ്യുമോ? നിതീഷ് കുമാർ ചെയ്താലും ചന്ദ്രബാബു നായിഡു സപ്പോർട്ട് ചെയ്യുമോ? പിന്നെ എന്താ പറയാ, LDF-ന് വോട്ട് കുറയുകയാണ് ചെയ്തത്. അത് പണ്ട് തുടങ്ങിയ ഈ ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്ക് വരുമ്പോൾ സാധാരണ സീറ്റ് കിട്ടാറില്ല. അത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ ഈ ഇവിടുത്തെ നേതാക്കന്മാരുടെ കുഴപ്പമാണ്. അതൊക്കെ പോട്ടെ, അതെല്ലാം ഇവിടെ. ഇപ്പം ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ BJPയുടെ കാര്യമാണ് പറഞ്ഞത്. BJPക്ക് മോദിക്ക് വരെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ്. മോദിക്ക് പോയില്ലേന്ന് അയാളുടെ ഇപ്പോഴത്തെ ഹിമാലയത്തിൽ പോയി തപസ് പറയാം അയാളോട് പോയിട്ട്. കന്യാകുമാരിയിലിരിക്കുന്ന അയാൾ അയോധ്യ പോയി തപസ് പറയാം. നിങ്ങളെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയം അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് എന്താ അറിയാം, രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൂടും. റായ്ബറേലിയിൽ ഇനിയും കൂടും. ഇനിയുള്ള വയനാട് സീറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ള പ്രിയങ്ക കൊണ്ടു നിർത്തും അവിടുന്ന്. അറിയോ? അപ്പൊ വയനാട് വിട്ട് കളഞ്ഞിട്ട് റായ്ബറേലിയായിരിക്കും പോകുന്നുണ്ടാവുക. സീറ്റ് നിലനിർത്തും അയാൾ. അപ്പൊ വയനാടുള്ളവർ പിന്നെ വോട്ട് ചെയ്യാൻ പോവോ? തീർച്ചയായിട്ടും പോവും. അതിനാണ് പറഞ്ഞ പ്രിയങ്ക നിർത്തുന്നത്. അറിയാമോ? പ്രതിപക്ഷ അഥവാ പ്രതിപക്ഷം ഈ ഇന്ത്യ സഖ്യം ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് വരും. ആര് വരും? പ്രിയങ്ക വരും. ആലത്തൂരില് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു, LDF-ന് വോട്ട് കൂടി. ഞാനുണ്ടല്ലോ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒന്നാമത് ഈ അരാജക രാഷ്ട്രീയം വെച്ചാൽ ഇത് രാഷ്ട്രീയമല്ല, പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ് ആണ്. അപ്പൊ അതിനോട് എനിക്ക് ഒരു താല്പര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. BJP കൊണ്ടുവരുന്നത് കേരളത്തിന് പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാധനമല്ലായിരുന്നു അത്. എന്താണ് ചേട്ടാ? ആര് വന്നാലും നമ്മള് ജോലി എടുക്കാതെ രക്ഷയില്ല. രക്ഷയില്ല. പാവപ്പെട്ട നമ്മൾ ഇവിടെ കഷ്ടപ്പെടും. മറ്റേ എന്താണ് ക്രിസ്ത്യാനികൾക്ക് എന്താണ് കൊടുത്തത്? അയോധ്യയിൽ ഇപ്പൊ വോട്ട് പറഞ്ഞിരിക്കുകയാണ് BJPക്ക്. രാം മന്ദിരം വരെ പണിത് കൊടുത്തു. പക്ഷെ ജനങ്ങൾ കൂടെ നിന്നില്ല വോട്ട് സമയത്ത്. എന്തായിരിക്കും കാരണം? RSSും BJPയും തെറ്റിപ്പിരിഞ്ഞോണ്ടാണോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? RSSും BJP അതായിരിക്കുമോ കാരണം? അതൊന്നുമല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിങ്ങനെ മാറി മാറി വരും. ചില ആളുകൾക്ക് ഫെഡപ്പാവും. കുറെ നാളെ കുറെ ടീമിനെ നിർത്തി കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കും. അപ്പൊ അടുത്ത ആൾ വരും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ്. മോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് മറ്റേ ആൾക്ക് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയോണ്ട്. രാഹുൽ ഗാന്ധി അല്ലല്ലോ അവിടെ, വേറെ ആളല്ല നിന്ന്. പുള്ളിക്ക് കൂടുതൽ വോട്ട് കിട്ടിയപ്പോ രാഹുൽ ഗാന്ധിക്ക് കൂടുകയാണ് ചെയ്തത്. വയനാട്ടിലും ജയിച്ചു, റായ്ബറേലിയും ജയിച്ചു. ജനങ്ങൾ അയാളെ തെരഞ്ഞെടുക്കുക? വയനാടാണോ റായ്ബറേലിയാണോ? റായ്ബറേലി നിർത്തും, വയനാട് മാറ്റിക്കൊടുക്കും. ജനങ്ങൾ പിന്നെ വോട്ട് ചെയ്യാൻ പോവോ?
വയനാട്ടിലെ ജനങ്ങൾ പിന്നെ വോട്ട് ചെയ്യണം എന്താണ്, മറ്റോടത്ത് നമുക്ക് അങ്ങനെ വിട്ടളിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും രാഹുൽ ഗാന്ധി ഇട്ടേച്ച് പോയതുകൊണ്ട് എന്താണ് പ്രശ്നം? അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടാവാതെ അങ്ങനെ ജനങ്ങളെല്ലാം ബുദ്ധിയുള്ള ആളല്ലേ, അവർക്ക് സംഗതി മനസ്സിലാവുമല്ലോ. അത് ഇഷ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്രാവശ്യം ബിജെപിക്ക് വോട്ട് കുറഞ്ഞ്. എവിടെ വോട്ട് കുറഞ്ഞു? ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടാണ്. അല്ല, കേരളത്തിൽ വോട്ട് കൂടിയല്ലോ ബിജെപി മൊത്തത്തില് കേന്ദ്രത്തില്. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പ്രക്രിയയാണ്. അതിങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ മാറി മാറി വരും. അല്ലാണ്ട് ആർക്കും സ്ഥിരമായിട്ട് അങ്ങനെ ഇപ്പോൾ ഈ ഇടതുപക്ഷം കണ്ടില്ലേ, കേരളത്തിൽ 2 ടേംസ് അവർ അധികാരത്തിലിരുന്നു. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ആൾ മാറി. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ ജയിക്കും, അത് വേറെ കാര്യം. LDF ഇപ്രാവശ്യം ആലപ്പുഴയിൽ സീറ്റ് കിട്ടിയില്ല. ആലപ്പുഴ LDF കോട്ടയായിരുന്നു. അവിടെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്രാവശ്യം. കോൺഗ്രസ് ആണ് കയറിയത്. എന്ത് കാരണത്താലായിരിക്കും? അവിടെ ശരിക്കും പറഞ്ഞാലേ ഇപ്പം മൊത്തത്തിൽ കേരളത്തിൽ നല്ല ഒരു പെർസെൻറ്റേജ് BJP വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരു 7% കൂടുതലാണ് BJP വോട്ട് പിടിച്ചത്. അപ്പോൾ അത് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേരളത്തിൽ ക്രിസ്ത്യൻ സൊസൈറ്റി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ വോട്ടുകളാണ് ഇപ്പോൾ BJP കിട്ടിയേക്കുന്നത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നോക്കിയാലും തിരുവനന്തപുരത്ത് ആ ക്രിസ്ത്യൻ ഏരിയയിലെല്ലാം BJP വോട്ട് കൂടുതലാണ്. അതുപോലെ തന്നെ തൃശ്ശൂരും അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരും ക്രിസ്ത്യൻ വോട്ടുകളാണ് കൂടുതലും BJPക്ക് പോയേക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ്. BJPക്ക് കൂടുതൽ വോട്ട് പോയേക്കുന്നത് ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്നാണ്. മൊത്തത്തിൽ കേരളത്തിലെടുത്ത് നോക്കിയാൽ ക്രിസ്ത്യാനികൾ ഒരു ധ്രുവീകരണം BJP ഉദ്ദേശിച്ചത് സാധിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല, തെറ്റാണത് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മതേതരത്വ ഒരു സ്റ്റെബിലിറ്റിയുള്ള ഒരു സ്റ്റേറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികൾക്കൊരു അഭിമാനമുണ്ട്. നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. ഇപ്പം ഇവർ പയ്യെ കയറി എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ നമുക്കിവിടെ ഒരു പ്രശ്നമാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാറി ചിന്തിക്കുന്നവരുണ്ടാവും. തൃശ്ശൂരിൽ മുരളീധരൻ 3-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അതെ, മുരളിക്ക് ശരിക്കും പറഞ്ഞാൽ മുരളിക്കിട്ട് ഒരു പണി കൊടുത്തേക്കാനാണ് തോന്നുന്നത്. ജനങ്ങളല്ല, അവരെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൂടി തന്നെയാണ്. കാരണം പുള്ളി അതിന് ശേഷം പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടില്ല, ഞാനിനി ഒന്നിനും നിൽക്കൂല ഇതിന്. അപ്പം പുള്ളിക്കാരത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പ്രവർത്തിക്കാൻ ആളൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഈ കോൺഗ്രസ് വോട്ട് കൊടുക്കാതെ ഇതിപ്പോ ജയിച്ചതേ, ഇതിപ്പോ കോൺഗ്രസ് ജയിച്ചത് കോൺഗ്രസിന്റെ മിടുക്കൊണ്ടൊന്നല്ല, ജനങ്ങൾ ജസ്റ്റ് മാറി ചിന്തിച്ചിരുന്നു. പക്ഷെ കോൺഗ്രസിന് അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞ. കാരണം അവരുടെ ഇപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള ഇപ്പോൾ സുധാകരനും VD സതീശനും ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് തന്നെ വളരെ ഇതായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് അങ്ങനെ ജനങ്ങളങ്ങനെ മാറ്റിക്കൊടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രവർത്തന മേഖലയിൽ ഇത്തിരി ഉഷാറായിട്ട് നിന്നുള്ളതൊന്നല്ല. LDFന് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ട്. ആ ഒരു ഇതും കൂടി ഇതിലേക്കൊരു ഇതായി. അപ്പൊ പിണറായി സർക്കാരിന്റെ ഭരണമാണ് LDFന് ഒരു തിരിച്ചടിയായി മാറിയത് എന്നാണ്. അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഈ ഫാക്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യൻ ഇത്, പിന്നെ രണ്ടാമത്തത് പിന്നെ ഇടതുപക്ഷത്തിനോടുള്ള സർക്കാരിൻ്റെ ഇപ്പം എല്ലാ കാര്യത്തിലും സർക്കാർ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഒരു വണ്ടി വാങ്ങിയിട്ടേ ഇന്നേവർക്കും എനിക്കത് എൻ്റെ പേരിലേക്ക് ആക്കി കിട്ടിയിട്ടില്ല. ഏത് രജിസ്ട്രേഷൻ അവർ രജിസ്റ്റർ ചെയ്ത്, പക്ഷേ എനിക്ക് ഇതേവർക്ക് വീട്ടിൽ എനിക്ക് ആ വണ്ടി വിൽക്കാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഭരണപ്രതിസന്ധി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇടപെടുന്നില്ല സർക്കാർ തലത്തിൽ. കേരളത്തിൽ വികസനം വരുത്താൻ ഫണ്ടില്ല എന്ന് പറയുന്നു, പക്ഷെ ക്ലിഫ് ഹൗസ് ഒക്കെ പുതുക്കി പണിയാൻ ആയിക്കോട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലങ്ങളുണ്ട്. അത് ഇനിയും എങ്കിലും മുഖ്യമന്ത്രി ധൂർത്താണെന്ന് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ധൂർത്ത് എല്ലാ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ധൂർത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇനിയുള്ള ഇടതുപക്ഷത്തിന് ബാക്കിയുള്ള ടേംസ് ക്ലിയർ ആയി പോയാ ആ പിണറായി എന്നൊരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിന് തിരിച്ചടി ആയി മാറി എന്ന് പറയാൻ പറ്റുമോ?
അങ്ങനെ പറ്റില്ല. അപ്പോൾ 2019 അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നിട്ടും അധികാരത്തിലേറിയതാരാണ്? പിണറായിയാണ്. അപ്പോൾ അത് തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സംഗതി അതൊക്കെ ഒരു ചെറിയ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഭരണം എഫക്റ്റ് ആയി LDF-ന്. ഭരണം എഫക്റ്റ് ആയി. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയാൻ പറ്റില്ല. ജനങ്ങൾ മാറി ചിന്തിക്കും. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ LDF തന്നെ അധികാരത്തിൽ വരാനും. ഇപ്പൊ BJP ഒരു അക്കൗണ്ട് തുറന്നല്ലോ, ഇനിയും അത് മുന്നോട്ട് പോകും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നല്ല. ഇനി എവിടെയും തുറക്കാൻ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭയിൽ BJP നേടണ്ടേ? കാരണം നമ്മുടെ രാജഗോപാൽ സാറിനെ ജയിപ്പിച്ചാണ്. അപ്പോൾ അന്നാളുകൾ ചോദിച്ചിരുന്ന ഇനി ഇങ്ങനെ കൂടി കൂടി വരുമെന്ന്. ചിലപ്പോൾ വരാൻ പറ്റും. കാരണം ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഇതില്ല. അതായത് എപ്പോഴും മാറി മറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഏത് കമ്പനിയാണ് കേരളത്തില് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികം. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷയിലുള്ള പ്രശ്നം കാരണം വെച്ചാൽ ഒരു 25 വർഷം മുമ്പ് BJP ഇന്ത്യ ഭരിക്കുന്നവരെ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? അപ്പോൾ അങ്ങനെയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഫ്ലെക്സിബിൾ ആയിരിക്കണം. ജനങ്ങളിപ്പോ മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നാണോ? ജനങ്ങളെപ്പോഴും മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ സംശയമുള്ളത്? ഇപ്പൊ UP-ല് BJP-ക്ക് വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെന്താ, എപ്പോഴും ഒരാൾക്ക് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? സ്വാഭാവികം. അതും ഞാൻ പറഞ്ഞില്ല, എല്ലാ രാഷ്ട്രീയത്തിലുള്ള അയോധ്യയില് രാം മന്ദിർ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വരയെന്ന് കാര്യമുള്ളത്. രാം മന്ദിർ വരയെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എന്താ വരയെന്ന് പറയാൻ കാര്യം? രാം മന്ദിർ കൊടുത്തത് അയോധ്യക്ക് BJP അല്ലേ? അല്ല, ആയിക്കോട്ടെ, രാം മന്ദിർ വെച്ചില്ല. അതെന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം ഒരു നേഷൻ്റെ വെൽഫെയർ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? കുറേ പള്ളികളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ മോസ്കോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ആട്ടെ, അത് കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രം വെച്ചാൽ അതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തിൻ്റെ അതാണോ ഡെവലപ്മെൻറ്റ് ക്രിറ്റീരിയ? ഞാൻ വിചാരിക്കണല്ലോ അങ്ങനെ. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതല്ലേ ഈ രാം മന്ദിരം ഒന്നും? ഇക്കണോമി കൂടുന്നത് അത് കാരണം കൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പറയുന്നു? ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ രാം മന്ദിരം വന്നതിന് ശേഷം ഇക്കണോമി കൂടി എന്ന്. അല്ല, അത് അവരുടെ കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാടെല്ലാം ശരിയായിരിക്കണമെന്നില്ലല്ലോ. ഇപ്പം ഞാനൊരു കാര്യത്തെ കാണുന്ന പോലെയാണ് നിങ്ങൾ കാണുന്നത്, അല്ലല്ലോ. ഒക്കെ സ്വാഭാവികമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്രാവശ്യം വോട്ട് കൂടിയിരിക്കുകയാണ്. റായ്ബറേലിയിലും വിജയിച്ചു, വയനാട്ടിലും വിജയിച്ചു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ട് പുള്ളി ജയിച്ചു. സിമ്പിൾ, വെരി സിമ്പിൾ. താങ്ക് യു സോ മച്ച് ചേട്ടാ. എല്ലായിരുന്നു ഇന്നല്ലേ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? BJP അക്കൗണ്ട് തുറന്നു. അത് വ്യക്തിപരമായ മികവ് കൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. പാർട്ടിപരമായിട്ടുള്ള വോട്ടല്ല കിട്ടിയിരിക്കുന്നത്, വ്യക്തിപരമായിട്ടുള്ളതാണ്. അയാൾ 2 പ്രാവശ്യം അവിടെ നിന്ന് തോറ്റതാണ്. അപ്പോൾ സഹതാപം അയാളുടെ ജനങ്ങളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായേക്ക്. അപ്പോൾ തൃശ്ശൂരിൽ വികസന പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് നല്ല അപ്പുറത്ത് എതിർ സ്ഥാനാർത്ഥികൾ നല്ല മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു 2 പേരും. പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. UP-ല് BJP-ക്ക് വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അയോധ്യയില് രാം മന്ദിർ വരെ വന്നു. ജനങ്ങൾ വോട്ട് ചെയ്തത് BJP-ക്കല്ല. എന്തായിരിക്കും കാരണം? അല്ല, ഇപ്പോൾ 10 കൊല്ലമായിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 കൊല്ലമായിട്ട് ജനങ്ങളുടെ വികാരം തിരിഞ്ഞ് കോൺഗ്രസിനോട് കൂടുതലൊരു ചായ്വ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ജോഡോ യാത്ര അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ ഇതൊക്കെ കോൺഗ്രസിന് കുറേ വോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. RSS-ഉം BJP ആയിട്ട് തെറ്റിയത് കൊണ്ടായിരിക്കുമോ ഇനി വോട്ട്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, രാഷ്ട്രീയം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇപ്രാവശ്യം വോട്ട് കൂടിയിരിക്കുകയാണ്, അതേസമയം മോദിക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തായിരിക്കും കാരണം? രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങി കുറേ കാര്യങ്ങൾ പാവങ്ങളെയൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റേതായ കുറേ ഗുണങ്ങൾ ഈ പ്രാവശ്യം ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. വോട്ട് 2ഇടത്തും വിജയിച്ചു പുള്ളി. അത്രയും 2ഇടത്തും വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? വയനാടാണോ അതോ റായ്ബറേലി ആയിരിക്കും? എനിക്കറിയില്ല. എന്നാലും ജനങ്ങളുടെ പ്രതീക്ഷ എന്താണ്? അതേ നോ കമന്റ്. അതൊന്നും എനിക്ക് അറിയില്ല. മോദിക്ക് എന്തുകൊണ്ടായിരിക്കും വോട്ട് കുറഞ്ഞ്? മോദിയുടെ 10 കൊല്ലമായിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ല. മോദിയുടെ ഭരണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ വികാരം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഒപ്പം ആയിരുന്നു.
ഇനി വരും ഇതറിയാൻ പറ്റില്ല, എനിക്ക് കൂടുതൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കിയാൽ ആലപ്പുഴ LDFന്റെ ഒരു കോട്ടയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആലപ്പുഴയിൽ ജയിക്കാൻ സാധിച്ചില്ല LDFന്. അതേസമയം ആലത്തൂരില് ജയിച്ച് മുന്നോട്ട് കയറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നതല്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആലപ്പുഴയിൽ കുറയേണ്ട കാരണം? അത് ഇപ്പോൾ മറ്റേ BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നല്ല ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു BJPയുടെ. അപ്പോൾ ചിലപ്പോൾ LDFന്റെ വോട്ടായിരിക്കും കൂടുതലും പോയിരിക്കുന്നത്, കോൺഗ്രസിലോട്ട് പോയിട്ടുണ്ട് കുറേ വോട്ട്. അങ്ങനെ അതായിരിക്കും. LDFന് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭരണം എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ വോട്ടിൽ? തോന്നുന്നുണ്ട്. ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്, നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ഒന്നും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. BJP ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് കേരളത്തില്. നല്ല കാര്യം. സുരേഷ് ഗോപി UDF 18 സീറ്റ് നേടിയെങ്കിലും ഇപ്പൊ സുരേഷ് ഗോപിയാണ് താരം. എന്താണ് പറയാനുള്ളത്? പറയാൻ നല്ല കാര്യം. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം മുന്നോട്ട് പോയെങ്കിലും പിന്നെ ശശി തരൂരായിരുന്നു കിട്ടേണ്ടതായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ. BJPക്ക് കേന്ദ്രത്തില് നോർത്ത് സൈഡില് വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം കൂടിയ കൊണ്ടാണല്ലോ. UP വരെ വോട്ട് കിട്ടിയില്ല പ്രതീക്ഷിച്ചത്ര. അയോധ്യ രാം മന്ദിർ പണിത് കൊടുത്ത സ്ഥലം അവിടെ പോലും കിട്ടിയിട്ടില്ല. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തായിരിക്കും അതിന്റെ ഒരു കാരണം? താഴ്ത്തു വന്ന ഇന്ത്യ സഖ്യം ആയതുകൊണ്ട് തന്നെ, കോൺഗ്രസ് മാത്രമല്ലല്ലോ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. RSSും BJPയും തമ്മിൽ തെറ്റിയതുകൊണ്ടാണോ ഇനിയിപ്പോ അയോധ്യയിൽ വോട്ട് കുറഞ്ഞ്? ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കുറച്ചൊക്കെ. അതുകൊണ്ടായിരിക്കും കുറച്ച്. മോദിക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ്. അത് ഇത് തന്നെ കാര്യം, ഇന്ത്യ സഖ്യം ഇത് തന്നെ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും ജയിച്ചിട്ടുണ്ട്, വയനാട്ടിലും ജയിച്ചിട്ടുണ്ട്. ഏതായിരിക്കും തെരഞ്ഞെടുക്കുക? വയനാടായിരിക്കും, കേരളമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. റായ്ബറേലി ആവാൻ സാധ്യതയില്ല, അവിടെയുള്ള നോക്കുന്നത് കൂടുതൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്താണ് പറയാനുള്ളത്? BJP അക്കൗണ്ട് തുറന്നു. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചില്ല. BJP ഇത്ര സീറ്റ് പിടിക്കുന്നുള്ളത് ഇല്ലായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി വന്നത് ഒരു നല്ല കാര്യമാണ്. ഒരു നല്ല മനുഷ്യനാണ്, നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ്. അയാൾ വരുന്നത് ഏറ്റവും ഒരു നല്ല കാര്യമായിരിക്കും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം മുന്നിൽ കയറിയെങ്കിലും പിന്നെ ശശി തരൂരായി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടുള്ള ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന്? റിസൾട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ ആണ് മെയിനായിട്ട്. ഇപ്പോൾ ഒരു നല്ലൊരു UDF 18 സീറ്റ് പിടിച്ചെങ്കിലും സുരേഷ് ഗോപിയാണ് ഇപ്പോൾ താരമായിട്ട് നിൽക്കുന്നത്. സുരേഷ് ഗോപിയാണ്, അയാളാണ് ഏറ്റവും നല്ലൊരു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ സുരേഷ് ഗോപി ഉണ്ട്. കാരണം അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, സ്വന്തം പൈസ എടുത്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയും ഇതൊക്കെ ചെയ്യുന്നത്. നല്ല മനസ്സുള്ള ആൾക്കാർ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എറണാകുളത്ത് പിന്നെയും ഹൈബീഡനാണ്. അത് അയാളുടെ നല്ല ഒരു ഭരണവും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അയാളുടെ സപ്പോർട്ടും ഉണ്ടല്ലോ, വികസനമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു MP ആയിട്ട് ഏറ്റവും നല്ലൊരു MD ആണ് എറണാകുളത്തിൽ. ഹൈബീഡനാണ്. ഹൈബീഡിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. നല്ലൊരു മനുഷ്യൻ. LDFന് പിന്നെയും ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്രാവശ്യം ആലപ്പുഴയിൽ ജയിക്കാൻ പറ്റിയില്ല, 2ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ LDFന്റെ ഒരു കോട്ടയാണ്. അവരുടെ വോട്ട് കുറയാൻ കാരണം എന്തായിരിക്കും? അവരുടെ വോട്ട് കുറയാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണം തന്നെയാണ്. പിണറായിൻ്റെ ഒക്കെ ഭരണം തന്നെ ശരിയല്ലായിരുന്നു. അവരുടെ ഒരു എന്താണ് ഭരണത്തിന് ഒരു കുഴപ്പം? ഭരണത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു, സ്വർണ്ണക്കടത്തും അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് വെറുതെ മനുഷ്യനെ അങ്ങോട്ട് കേരളത്തിലെ മനുഷ്യനെ പോക്കറ്റടിക്കലായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ പിടിച്ചു പറയും ഇതൊക്കെയാണ്. ഒരു സമാധാനമായിട്ട് നല്ല രീതിയിൽ കൂടെ അവരുടെ ഭരണം വന്നിട്ടില്ലെന്നുള്ളതാണ്. പെൻഷൻ കിട്ടിയായിരുന്നോ? എനിക്ക് പെൻഷൻ്റെ പ്രായമായിട്ടുള്ള പെൻഷൻ കിട്ടിയിട്ടൊന്നുമില്ല. വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ പെൻഷൻ?
ഇല്ലില്ല, വീട്ടിലങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ UP-ൽ BJP-ക്ക് വോട്ട് കുറഞ്ഞു. എന്തായിരിക്കും കാരണം? അയോധ്യയിൽ രാം മന്ദിരം വരെ വന്നു, എന്നിട്ടും അവിടുത്തെ ജനങ്ങള് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. ജനങ്ങളൊക്കെ മാറി. ഇപ്പോൾ BJP ഇപ്പോൾ പാർട്ടിയായിട്ടുള്ള ഇതല്ല, ജനങ്ങൾക്ക് ഇപ്പോൾ പൊതുവായിട്ട് ചിന്തിക്കുന്നതാണ്. ഇപ്പം അവർ പൊതുവായിട്ട് RSS-ഉം BJP-യും തെറ്റിയ കാരണം കൊണ്ടായിരിക്കുമോ ഇനി? അങ്ങനെയല്ല, ഇപ്പോൾ ജനങ്ങളിപ്പോൾ നല്ല രീതിയിൽ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് അവർ വോട്ട് ചെയ്യുന്നുള്ളൂ. അതിൽ പാർട്ടിയൊന്നും അവരാരും നോക്കുന്നില്ല. ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അത് മോശമാണെന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഭരണത്തിൽ ആരാ ഭരിക്കുന്ന നോക്കിയാൽ മോശമായിട്ടുള്ളത് ഇപ്പോൾ അവർക്കാർക്കും വോട്ട് ചെയ്യുന്നില്ല. ഇപ്പം നല്ല ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുന്നുള്ളൂ. മോദിക്ക് വരെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കും. മോദിക്ക് വരെ ഭൂരിപക്ഷം കുറഞ്ഞ അയാളും അത്ര ഇതില്ല. അയാളുടെ ഭരണവും മോദിയിലുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങി എന്ന് പറയാൻ പറ്റും. അയാൾ വല്ല ഷോവറായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടാവുന്നില്ല മോദിയുടെ. ഇപ്പോൾ തുടർ ഭരണം നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ? തുടർ ഭരണം അവർ ഭരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. UDF ആണ്. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞാണ് ഏറ്റവും നല്ലത്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വോട്ട് കൂടിയിരിക്കുകയാണ്. റായ്ബറേലിയിലും വിജയിച്ചിരിക്കുന്നു, വയനാട്ടിലും വിജയിച്ചിരിക്കുന്നു. ഏതായിരിക്കും തെരഞ്ഞെടുക്കുക? എങ്ങനെ? വയനാടായിരിക്കും തിരഞ്ഞെടുക്കുന്നത് രാഹുൽ ഗാന്ധി, അതോ റായ്ബറേലി ആയിരിക്കുമോ? രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് തോന്നുന്നത്. പക്ഷെ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം എന്നാ തോന്നുന്നത്? രാഹുൽ ഗാന്ധി വയനാട് തിരഞ്ഞെടുക്കാൻ ചാൻസ് കൂടുതൽ. ഇവിടെ വിവരമുള്ള മനുഷ്യരുള്ള കേരളത്തിലുള്ളു. പക്ഷെ ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് BJPക്ക് ഇനിയും വിജയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ വിജയിക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ഇതൊക്കെ ഉള്ളു, ഇപ്പോഴത്തെ ഇതൊരു ഉള്ളു. ഇനിയിപ്പോൾ അവർ മാറും, അവരൊന്നും ശ്രമിക്കില്ല. UDF തന്നെ വരണം. തൃശ്ശൂരിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്, മുരളീധരൻ 3-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇപ്രാവശ്യം വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തായിരിക്കും കാരണം? കാൻഡിഡേറ്റ് മാറ്റിയതുകൊണ്ടാണോ, അതോ പത്മജ പാർട്ടി മാറിയതിൻ്റെ ആണോ? പാർട്ടി മാറി തന്നെയല്ല, അവിടുത്തെ രീതികളും ജനങ്ങളോടുള്ള സ്നേഹവും കുറവായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ തന്നെ ഉള്ളു. താങ്ക് യു സോ മച്ച് ചേട്ടാ.